ഗുരുവായൂരിലേക്കാണ്. അവിടെയാണല്ലോ പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത്. ഭവ്യയും MS അനീഷ് കുമാറും അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്, അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. ഭവ്യയും അനീഷും ഇപ്പോൾ ഗുരുവായൂരിലാണോ അതോ മമ്മിയൂരിലാണോ ഉള്ളത്? എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ? ആര്യ, ഞാനും അനീഷും ഉള്ളത് മമ്മിയൂർ ക്ഷേത്രത്തിലാണ്, മമ്മിയൂർ ശിവക്ഷേത്രത്തിലാണ്. ഇനി കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ കണ്ണിന് കുളിർമയേകുന്ന വളരെ മനോഹരമായ കാഴ്ചകൾക്കാണ് ഈ മമ്മിയൂർ ക്ഷേത്രം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇവിടെ നിറയെ ഉണ്ണിക്കണ്ണന്മാരാണ് ഉള്ളത്. ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഉണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗോപിക നൃത്തമാണ്, അതിനുശേഷം ഉറിയടിയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാണാം, നമ്മുടെ ചുറ്റും കുറെ അമ്മമാരുണ്ട്. ഇവിടെ നിന്ന് വലിയ ഘോഷയാത്രയായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് ഈ ഘോഷയാത്ര മമ്മിയൂരിൽ നിന്ന് പോവുക. അത് 11 മണിയോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ അല്പസമയത്തിന് ശേഷം ഈ ഇറങ്ങുന്ന ഘോഷയാത്ര സാവധാനമേ ഗുരുവായൂർ എത്തുകയുള്ളൂ. അതിന് കാരണം ഇവിടുന്ന് ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് വഴിനീളെ ഉറിയടികളായിരിക്കും. വഴിനീളെ ഗോപിക നൃത്തം ചെയ്ത് ഉറിയടിച്ചുകൊണ്ടാണ് കൃഷ്ണനും രാധമാരും ഇവിടുന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുക. ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല, മമ്മിയൂരിന് ചുറ്റുമുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന്, വിവിധ സമാജങ്ങളിൽ നിന്ന് വലിയ ഘോഷയാത്രയായിട്ടാണ് ഗുരുവായൂരിലേക്ക് ഈ ഒരുമിച്ച് ഘോഷയാത്രകൾ എത്തുക. അമ്പാടിയാവാൻ പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞ് ഇനി വളരെ കുറച്ച് സമയങ്ങൾ കൂടി കാത്തിരുന്നാൽ ഇതാ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടേക്ക് ഘോഷയാത്ര ഗുരുവായൂരിലേക്ക് ഇറങ്ങും. ഇവിടെ അതിമനോഹരമായ കാഴ്ചകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവസാന വട്ടമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്രമേൽ ഭംഗിയുള്ള കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഘോഷയാത്രയ്ക്ക് പൂർണ്ണമായി ഒരുങ്ങി. അനീഷ് കൂടി എന്നോടൊപ്പം ഉണ്ട്. അനീഷ്, ഘോഷയാത്രയ്ക്ക് ഇവിടെ പൂർണ്ണമായി ഒരുങ്ങിയല്ലേ? തീർച്ചയായും. നമ്മൾ രാവിലെ ഗുരുവായൂർ ക്ഷേത്ര നടയിലെ ദൃശ്യങ്ങളാണ് കണ്ടതെങ്കിൽ, അല്ലെങ്കിൽ കല്യാണമേളമാണ് കണ്ടതെങ്കിൽ, ഇത് മറിച്ചിനിയും ആഘോഷത്തിന്റെ കാഴ്ചകൾ മൊത്തം പുറത്താണ്. പ്രത്യേകിച്ചും മമ്മിയൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് ഈ ജീവിത എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത്. അവിടെ നമുക്ക് കാണാം ഈ ചേട്ടന്മാരും അമ്മമാരുമൊക്കെ ഈ ജീവിത എഴുന്നള്ളിക്കാനുള്ള കൊടിക്കൂറയും മറ്റുമൊക്കെയായി മുറിവുറപ്പിച്ചിരിക്കുന്ന കാഴ്ച. ഇനിയും മറുവശത്താണ് കണ്ണന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അതുകൊണ്ട് ഈ ഘോഷയാത്ര വളരെ ആഘോഷപൂർവ്വം, അതായത് ഈ അഷ്ടമി രോഹിണിയിലെ അല്ലെങ്കിൽ ജന്മാഷ്ടമി ദിനത്തിലെ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുന്നത് ഈ ഘോഷയാത്രകളാണ്. എല്ലാവരും ചിരിച്ചു നിൽക്കുന്ന മുഖം. കണ്ണന്റെ അമ്മമാരാണല്ലേ? നമുക്കിതാ ഇവരിലേക്ക് പോകാൻ കുറെ ചേച്ചിമാരുണ്ട്, അമ്മമാരുണ്ട്. ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കമാണ്. എല്ലാം നല്ല സന്തോഷമായിട്ട് ഞങ്ങള്. കണ്ണന്റെ പിറന്നാളാണ്. കണ്ണന്റെ പിറന്നാൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങള്. ഹാപ്പി ബർത്ത്ഡേ. അമ്മയുടെ പേരെന്താ? ഇന്ദിരയമ്മ. അപ്പൊ എപ്പോഴത്തേക്ക് ഇറങ്ങും നമ്മൾ ഇവിടുന്ന്? ഉടനെ ഇറങ്ങും. വലിയ ഘോഷയാത്രയായിട്ട് ഗുരുവായൂർക്ക് പോവാണ്. അപ്പൊ കണ്ണന്റെ പിറന്നാൾ ആഗ്രഹം നിറവേറ്റി. എന്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് നിറവേറ്റി. എന്തായിരുന്നു ആഗ്രഹം? ഇങ്ങനെ ഈ ഭഗവാന്റെ അടുത്ത് വന്ന് ഈ കൊടിയെടുക്കണമെന്നും വെണ്ണ നിറയ്ക്കണമെന്നും ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു. അതെനിക്ക് ഭഗവാൻ സാധിച്ചു തന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട മോളെ. സന്തോഷം, ഹാപ്പിയായി. സ്വന്തം മക്കളുടെ ബർത്ത്ഡേക്കാളിലും ആഘോഷമായിരിക്കും അല്ലെ? കണ്ണന്റെയാ. ഈ കണ്ണന്റെ പല രൂപങ്ങളിൽ, കൃഷ്ണൻ രൂപങ്ങളിൽ ഏറ്റവും നിങ്ങൾക്കൊക്കെ ഇഷ്ടം ഈ ഉണ്ണിക്കണ്ണനെയാണ് ആണോ? എന്താണ് അതിന്റെ ഒരു കാരണം? കൊച്ചുകണ്ണനെ, ഉണ്ണിക്കണ്ണൻ. ആ വെണ്ണ കണ്ട് തിന്നുന്ന കണ്ണനെ എനിക്കിഷ്ടം. ഉണ്ണിക്കണ്ണനെയാണ് ഇഷ്ടം. അതാണ്. എന്തായാലും വലിയ ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. അമ്മയുടെ പേരെന്താ? കണ്ണന്റെ അമ്മയാണല്ലേ? കണ്ണന്റെ അമ്മൂമ്മ. കണ്ണന്റെ അമ്മൂമ്മയാണ്. അതോടെ അമ്മൂമ്മയുടെ പേരെന്താ? വസന്ത. അമ്മ നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് ഘോഷയാത്രയായിട്ടാണ്. പിറന്നാൾ ആഘോഷിക്കണം. ഒരു കുഞ്ഞി കണ്ണ് വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ട് കണ്ണനാണല്ലോ. കണ്ണ, അയ്യോ, കണ്ണനാകെ അമ്പരന്നിരിക്കുവാണ്. കണ്ണന്റെ പേരെന്താ? വേദാന്ത്. വേദാന്ത്. ആദ്യമായിട്ടാണ് കുഞ്ഞ്. വേദാന്ത് നാരായണൻ. വേദാന്ത് നാരായണൻ. സൂപ്പർ പേരാണ്. അച്ഛനാണോ അച്ഛനാണോ? ഞാൻ അച്ചാച്ചൻ. അച്ചാച്ചനാണ്. ആദ്യമായിട്ടായിരിക്കും കുഞ്ഞിന്. മുത്തശ്ശനാണ്. വേദാന്ത്, ഹാപ്പി ബർത്ത്ഡേ. കണ്ണൻ കുഞ്ഞു കണ്ണനാണ്. അയാളിങ്ങനെ നോക്കിയിരിക്കേണ്ടത്. ഇവിടെ മറ്റൊരു കണ്ണനും കൂടി ഉണ്ട്. കണ്ണൻ ഒരുക്കത്തിലാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, കണ്ണന്റെ പേരെന്താ? അയ്യോ, എത്രയിലാ പഠിക്കുന്നേ? UKG യിലാണോ? ഏത് സ്കൂളിലാ? ആരെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നേ? വല്യമ്മച്ചിയാണോ? സുന്ദരനായിട്ടുണ്ട് കേട്ടോ. കണ്ണനെ ഇഷ്ടമാണോ? ഇന്ന് കണ്ണന്റെ എന്താ ബർത്ത്ഡേ ആണോ?
ബർത്ത്ഡേ ആണോ കണ്ണന്റെ? പിറന്നാളാണോ? ആണോ? അല്ലേ? എന്തിനാ ഇങ്ങനെ ഒരുങ്ങിയത്? എന്തിനാ ഒരുങ്ങിയേ? അറിയത്തില്ലേ? ഒന്നുകൂടെ പേര് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞ പേര്. ആദി പ്രവീൺ. സൂപ്പർ പേരാണ് കേട്ടോ. നന്നായി പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? ആന്റി ഇഷ്ടായോ? ഇഷ്ടായോ? ശരി. അപ്പൊ ആള് നല്ല ഒരുക്കത്തിലാണ്. ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. ഇവിടെ കുറെ അമ്മമാരുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ നിന്നാണ് വരുന്നത്. ഓച്ചിറ വലിയകുളങ്ങര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് മഹാഭാഗ്യമായിട്ട് കരുതും. അതിന് അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന പതാരത്തുള്ള ഒരു ഗ്രൂപ്പാണ്, ഉറിയടി സംഘമാണ്. അപ്പൊ അവരോട് എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു ഭാഗ്യം കിട്ടിയ വലിയ സന്തോഷം, ഭയങ്കര സന്തോഷം. ഇവിടെ എന്തായാലും മമ്മിയൂർ ക്ഷേത്രം വലിയ ഒരുക്കത്തിലാണ്. ഇതാ നമുക്ക് കാണാം, വലിയ ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. എല്ലാവരുടെയും മുഖത്ത് ചിരിയാണ്, സന്തോഷമാണ് എന്നുള്ളതാണ്. നമ്മളോട് ഈ അമ്മമാരൊക്കെ പറയുന്നത് പോലെ നമ്മുടെ വീട്ടിലെ ഒരാളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് കണ്ണന്റെ പിറന്നാൾ ആഘോഷിക്കുന്നത്. ചേച്ചി എവിടുന്നാ? ഞങ്ങൾ ശൂരനാട് പതാരം. ഒരു സന്തോഷത്തിലാണ്, ഭയങ്കര സന്തോഷം. പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. തീർച്ചയായിട്ടും. പിറന്നാൾ സദ്യയൊക്കെ ഉണ്ട് ഗുരുവായൂർ, കഴിക്കാൻ പറ്റുമോ? കഴിക്കണം. സദ്യ ഉണ്ണണം, പിറന്നാൾ ആഘോഷിക്കണം. ഇന്നലെ കഴിച്ചു, ഇന്നും കഴിക്കണം. ഇന്നും കഴിക്കണം. അതാണ്. അപ്പൊ എല്ലാവരും ഇതാ ആഘോഷത്തിലാണ്. നമ്മൾ കുഞ്ഞി കണ്ണന്മാരെ കണ്ടു. നമ്മൾ ഇനി നേരെ പോകുന്നത് വലിയ കണ്ണന്മാരെ കാണാനാണ്, അല്ലേ നീഷേ? തീർച്ചയായും ആഘോഷത്തിന്റെ ഏറ്റവും വലിയ കാഴ്ച ഇനിയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ചെണ്ടമേളമൊക്കെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. മേള പെരുക്കമാണ് നടക്കുന്നത്. ഇതിനുശേഷമാണ് മറുഭാഗത്ത് ഈ നമ്മൾ എല്ലാ വർഷവും കാണുന്ന വൈറൽ ദൃശ്യങ്ങളാവുന്ന ഈ ഉറിയടിയും ഗോപികമാരും കണ്ണനും രാധാമാധവ നൃത്തവുമൊക്കെ ഒരുക്കിയിരിക്കുന്ന മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ അണിയണിയായി നിൽക്കുന്ന പെൺകുട്ടികളെ കാണാം. എല്ലാവരും നല്ല ഡ്രസ് കോഡുകളൊക്കെ ധരിച്ച് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നിൽക്കുന്ന കുറെ പെൺകുട്ടികളെ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവരൊക്കെ ഘോഷയാത്രയ്ക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ്. മോളുടെ പേരെന്താ? കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു കൃഷ്ണഭക്തയാണോ? അതുകൊണ്ടാണോ കൃഷ്ണേന്ദു എന്ന് പേരിട്ടത്? ആയിരിക്കും, അറിയില്ല അല്ലേ? ഓക്കെ. നിങ്ങൾ എല്ലാവരും ഡ്രസ് കോഡൊക്കെ ഇട്ട് നല്ല സുന്ദരികളായി നിൽക്കുന്നില്ല. കണ്ണന്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണോ? രാധമാരാണോ? കണ്ണന്റെ രാധയാണോ? ആവണമെന്നാണല്ലേ? അതാണ്. എല്ലാവരും നമുക്കിതാ കാണാം, ഒരേ പോലത്തെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അണിഞ്ഞൊരുങ്ങി ഘോഷയാത്രയ്ക്ക് ആയി തയ്യാറെടുത്തിരിക്കുകയാണ്. മോളുടെ പേരെന്താ? കണ്ണന്റെ രാധയായിട്ട് ഒരുങ്ങിയിരിക്കുവാണോ? അങ്ങനൊന്നുമില്ല അല്ലേ? അതെ, എല്ലാവർക്കും ഭയങ്കര നാണം എന്ന് പറയുന്ന കുറെ ചേച്ചിമാരുണ്ട്. എന്തായാലും എല്ലാവരും ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാ ഇവിടെ ചെണ്ട ചേട്ടന്മാരുണ്ട്. ചേട്ടാ പേരെന്താ? അരുൺ. എവിടുന്നാ വരുന്നേ? എല്ലാരും എന്താ ഇറങ്ങി ഓടുന്നേ എന്നെ കണ്ടിട്ട്? എല്ലാവർക്കും നാണമാണോ? നിങ്ങൾക്കൊക്കെ ഭയങ്കര ചേട്ടനാണോ ഇവരുടെ ആശാൻ? ആശാൻ അവിടെ ഉണ്ട്. ഈ കൊട്ടാനുള്ള ഒരുക്കത്തിലാണ്. പിറന്നാളിന് പ്രത്യേക കൊട്ടുണ്ടോ അല്ലെങ്കിൽ സാധാരണയാണോ? എന്നൊരു ചേട്ടൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ആശാനെ പരിചയപ്പെടുത്താനാന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും ആകെ താളമേള തിരക്ക് എന്ന് തന്നെ പറയാം. അത്രമാത്രമാ. ഇതാണ് നമ്മുടെ ചെണ്ടച്ചേട്ടന്മാരുടെ ആശാനാണ്. ചേട്ടാ പേരെന്തുവാ? രാജേന്ദ്രൻ. രാജേന്ദ്രൻ. അപ്പൊ എന്തായാലും നമ്മൾ കണ്ണന്റെ പിറന്നാള് കൊട്ടി തകർക്കാണ്. എന്ത് പ്രത്യേക കൊട്ടൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. അടിച്ചു പൊളിച്ച് കണ്ണനെ ആഘോഷിക്കുക. പിറന്നാൾ അങ്ങ് പൊളിക്കുക നമ്മള്.